ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം അതിൽ ഈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസും മിഷൻസും സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് NME-ICT എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഇതാണ്, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്തതാണ്. ICTയുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ എങ്ങനെ സഹായകമാക്കാൻ കഴിയും എന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഈ ഈ ഒരു സാധനം സ്വയം എന്നൊരു സാധനം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. അതൊരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരു മൂക്ക് കോഴ്സാണ്. മൂക്ക് എന്ന് പറയുന്നത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡിജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നാഷണലി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷനും മൈക്രോസോഫ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത് തുടരുന്നത്. ഇപ്പോൾ ഏകദേശം 2000 കോഴ്സസ് അവൈലബിൾ ആണ്. ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 നാഷണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അത് ഓരോ ഏരിയാസും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ കോർഡിനേറ്റേഴ്സാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കോർഡിനേറ്റർ ഉണ്ടാവും. അപ്പോൾ എഡ്യൂക്കേഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ല ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് NCERT ആയിരിക്കും. ഹയർ എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ UGCയും ടെക്നിക്കൽ എഡ്യൂക്കേഷന് AICTയും അങ്ങനെ ഓരോന്നിനും ഓരോ കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ swayam.gov.in എന്ന് പറഞ്ഞതിലാണ് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. ഇതിൽ ഒരു എക്സാമിനേഷൻ ഉണ്ട്. ഇപ്പോൾ അത് ചെറിയൊരു ഫീയുമായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. ആദ്യം തുടങ്ങിയ സമയത്ത് എക്സാമിനേഷൻ പ്രോസസ്സ് ഫ്രീ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഫീ വെച്ചിട്ടാണ്. പിന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കോഴ്സസ് സ്വയത്തിലുണ്ടാവുന്ന കോഴ്സസിൻ്റെ ക്രെഡിറ്റ്സ് ഓരോ സെമസ്റ്ററിലും ഒരു 20% വരെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത് പ്രാവർത്തികമായില്ലെങ്കിലും ഇതുവരെ കൊടുക്കാം എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഈ സ്വയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ സ്പെസിഫിസിറ്റി കൊടുക്കുന്നത്. 4 ക്വാഡ്രൻസ് ആയിട്ടാണ് സ്വയം ഉള്ളത്. ഒന്ന് വീഡിയോ ട്യൂട്ടോറിയലാണ്. വീഡിയോസ് മാക്സിമം എത്ര മണിക്കൂറുകളോളം ഒരു സീരീസ് ആയിട്ട് കവർ ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് കണ്ടന്റ്, അത് വായിക്കാനുള്ള മെറ്റീരിയൽ. മൂന്നാമത്തത് സെൽഫ് അസസ്മെന്റ്, ക്വിസുകൾ, അസൈൻമെന്റുകൾ. നാലാമത്തെന്ന് പറയുന്നത് ഡിസ്കഷൻ ഫോറം, നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോറമാണ്.